ഹലോ ഗൈസ്, ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ വീടിൻ്റെ സൈഡിലുണ്ടായിരുന്ന ചെടിയിൽ നിന്നും ചെറിയ കാട്ടിൽ നിന്നും, കാടല്ല മീൻസ് പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിൽ നിന്നൊക്കെയാണ് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പേര് എന്നോട് പറഞ്ഞു, അതെന്തുവാ നീ ഇങ്ങനെ വീഡിയോ എടുത്തത്? പേഴ്സണായിട്ട് അറിയുന്നവരാണേ. വീട്ടിൽ പാമ്പ് കയറും, അതുകൊണ്ട് വൃത്തിയും മെനയാക്കി ഇട്ടുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ കുറച്ച് ഓടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് കേട്ടോ എൻ്റെ മുറ്റം എന്ന് പറയുന്നത്. മുറ്റത്തൊരു കാടും പള്ളിയൊന്നുമില്ല, പക്ഷേ ഈ തിണ്ടിൽ അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തിണ്ടിലായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഞാൻ ക്ലീനാക്കി ഇട്ടതാണ്. പക്ഷേ ഇപ്പം മഴയാണല്ലോ, അതുകൊണ്ട് അതെനിക്കധികം ശരിയാക്കാൻ പറ്റിയിട്ടില്ല. അതിൽ നിന്നുള്ളതാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടത്. വലിയ കാടും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എൻ്റെ മുറ്റം എന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ഒരു കാടോ കാര്യങ്ങളോ ഒന്നും തന്നെ എൻ്റെ മുറ്റത്തില്ല. പിന്നെയുള്ളത് ഈ കാണുന്നതൊക്കെ ഒരു എന്താ പറയുക, വീട് പണി നടക്കാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ജനലും പിന്നെ കുറേ മണലും മിറ്റിലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, പിന്നെ കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കല്ല് മീൻസ് വെട്ടുകല്ലാണ്. പിന്നെ ഇവിടെയും കുറച്ച് ഓടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടേക്ക് ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ കാടും കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഈ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാനിതൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ പെരപണി പൂർത്തി ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അധികം വൃത്തിയാക്കി ഇടാനും പറ്റത്തില്ല. പിന്നെ ഇവിടെയൊക്കെ സൈഡ് കെട്ടി വൃത്തി ആക്കേണ്ടതായതുകൊണ്ടും ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടക്കും കേട്ടോ. പിന്നെ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ വെട്ടുകല്ല് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇപ്പം മറിഞ്ഞ് വീടുന്ന രീതിക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വീടെന്ന് പറയുന്നത്. ഇതിൻ്റെ ചുറ്റും പിന്നെ പണീൻ്റെ സാധനങ്ങൾ എന്തായാലും നിരന്ന് കിടക്കുള്ളൂ. അതൊക്കെ അത്യാവശ്യം നിരന്ന് കിടപ്പുണ്ട്. പിന്നീട് എന്നാലും മുറ്റത്തധികം കാടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതൊന്ന് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണത് തന്നെ. പിന്നെ ഇതൊക്കെ കാണത്തക്ക പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പാമ്പ് കയറി വരാനുള്ള ചാൻസ് ഒന്നുമില്ല. പിന്നെ ഇതാ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ. ഇതൊരു വയലാണ്. ഈ വയൽ നിറച്ചും കുറേ പേരുടെ കൃഷികളാണ് കേട്ടോ. കുറേ പുല്ലുണ്ട്, അതുപോലെ തന്നെ വാഴയുണ്ട്, കപ്പയുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം വെള്ളത്തിലാണ് കേട്ടോ എല്ലാം ഉള്ളത്. കുറേ പേരൊക്കെ വാഴക്കൊല കുത്തി, കുറേ പേര് കൊത്താത്തവരുണ്ട്. മൂക്കാത്ത വാഴയൊക്കെ ആയതുകൊണ്ട് അതങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇതൊന്നും ഇങ്ങനെ പണി പൂർത്തിയാക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അത്യാവശ്യം അലങ്കോലമായിട്ടൊക്കെയാണ് കേട്ടോ ഇവിടേക്ക് ഉള്ളത്. പിന്നെ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ചാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ല. കാരണം പുതിയതായിട്ട് എടുത്ത മണ്ണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിലൂടെ പോയില്ലെങ്കിൽ ഇവിടേക്ക് ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വെള്ളം പോകാനൊരു ചെറിയൊരു ചാലിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ റോട്ടിലോട്ട് ഇറങ്ങാനുള്ള നമ്മുടെ വഴിയാണിത്. ഇവിടെ അത്യാവശ്യം കോറ വേസ്റ്റൊക്കെ കൊണ്ട് തള്ളിയതാണ് കേട്ടോ. കാരണം അവിടെയും ചെളിയായിരുന്നു, അതുകൊണ്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. വണ്ടി കയറാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതേ കൂടെ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്നവർ പറയും വൃത്തിയില്ലാണ്ട് കിടക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് റീസൺ. വീട് പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ് ഇതൊക്കെ. ഇതൊന്നും എനിക്കിപ്പോൾ എടുത്ത് മാറ്റാൻ പറ്റില്ല. എന്തായാലും പെരപണി അവർ പൂർത്തിയാക്കട്ടെ. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇടിച്ച് കളയാനുള്ളതാണ്. അങ്ങനെ പകുതിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഇടിച്ച് കളയേണ്ടതാണ്. അപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ വൃത്തിയാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ ഇടിച്ച് കളയേണ്ടത് ഞാൻ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഈ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ ഇടിച്ച് കളയാനൊക്കെ ആയിട്ട് നിർത്തിയേക്കുവാണ്. അപ്പോൾ അതിൻ്റേതായ പായലും പൂക്കളൊക്കെ കാണും കേട്ടോ. ഈ ഭാഗമൊക്കെ ഇപ്പോൾ ഇടിഞ്ഞ് തലമണ്ടേ വീടുന്നവരാണ് ഇരിക്കുന്നത്. ഈ ഓടൊക്കെ പകുതി ഇല്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മഴയുള്ള സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങാറുമില്ല. കാരണം ഇത് എപ്പോഴാണ് തലമണ്ടേ വന്ന് വീണ് എൻ്റെ കാറ്റ് പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് വശം. ഫ്രണ്ട് വശമാണ് നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ ബാക്ക് വശം. അപ്പോൾ ഈ മഴയത്ത് ഞാൻ ഈ വശത്തോട്ട് പോരാറേ ഇല്ല. കാരണം എല്ലാം ഇപ്പോൾ ഇടിഞ്ഞ് വീഴുന്ന പോലെയാണ് കേട്ടോ. നല്ല മഴയാണേ. അപ്പോൾ ഞാൻ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇത്ര നേരം ഇവിടെ തോർച്ചയുണ്ടായിരുന്നു, ഇപ്പോൾ മഴയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയണത്. എന്തായാലും വീട് പണിയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ നല്ലൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മളെ വീഡിയോ കാണാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മടിക്കരുത്. എല്ലാവർക്കും അവനവരുടേതായ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വെച്ചിട്ടാണ് ഓരോ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും, താല്പര്യമുള്ളവർ മാത്രം കേട്ടോ, നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത് തരേണ്ടതാകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത മഴയാണ്. പിന്നെ എന്താ വൃത്തിയില്ലാതെ കിടക്കുവാന്നൊന്നും ആരും പറയരുത്. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് പെരയൊക്കെ ഇങ്ങനെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ വീട് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.